നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുനമ്പത്ത് നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ. ഓർമ്മയുടെ ആഴങ്ങളിൽ അർജുന് യാത്രാമൊഴി. കണ്ണീർ കടലായി കണ്ണാടിക്കൽ. ഹിസ്ബുള്ള തലവൻ ഹസൻ നാസറല്ല കൊല്ലപ്പെട്ടു. ഔദ്യോഗിക സ്ഥിരീകരണവുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം. UN രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യമായി ലോക നേതാക്കൾ. സംസ്ഥാനത്ത് നടക്കുന്നത് പച്ചയായ അധികാര ദുർവിനിയോഗം. പ്രതികരണവുമായി PV അൻവർ MLA. വാർത്തകൾ വിശദമായി. എറണാകുളം ജില്ലയിൽ പള്ളിപ്പുറം പഞ്ചായത്തിൽ മുനമ്പം കടപ്പുറം മേഖലയിൽ നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ. KRLCCയുടെ ആഭിമുഖ്യത്തിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറം രൂപതയുടെ സഹകരണത്തോടെ ഭൂസംരക്ഷണ സമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എറണാകുളം വഞ്ചി സ്ക്വയറിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പംകാരുടേത് നീതിക്ക് വേണ്ടിയുള്ള രോദനമാണ്. തങ്ങൾ വില കൊടുത്തു വാങ്ങിയ സ്ഥലം വഖഫ് ബോർഡിൻ്റെതാണെന്ന വാദം മൂലം നിരവധി ബുദ്ധിമുട്ടുകളാണ് അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. 600-ൽ പരം കുടുംബങ്ങൾ വസിക്കുന്നതുമായ ഭൂമി വഖഫ് ബോർഡ് ആസ്തി രേഖകളിൽ ഉൾപ്പെടുത്തിയതിനാലും കേസുകൾ നടക്കുന്നതിനാലും ക്രയവിക്രയം നടത്താനോ പണയപ്പെടുത്തി ലോൺ എടുക്കാനോ ഉടമസ്ഥർക്ക് കഴിയുന്നില്ല. വിവാഹം, കുട്ടികളുടെ പഠനം, ഭവന നിർമ്മാണം തുടങ്ങി സ്ഥലവാസികളുടെ പല ആവശ്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു. വലിയ പലിശക്കാരെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങളെന്നും മോൺസിഞ്ഞോർ റോക്കി റോബി കൂട്ടിച്ചേർത്തു. തെറ്റിദ്ധാരണ പരത്തി മതസ്പർദ്ധ വളർത്തുന്നവരെ തിരിച്ചറിയണമെന്നും ശാശ്വത പരിഹാരമാകുന്നതുവരെ മുനമ്പം നിവാസികൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ആമുഖ പ്രഭാഷണം നടത്തി. കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ മോൺസിഞ്ഞൂർ ഷൈജു പര്യാത്തുശ്ശേരി, KRLCC ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് പാലക്കപ്പിള്ളി, ഫാദർ ജിജു ജോർജ് അറക്കത്തറ, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ്, ദിവരസഭ സംസ്ഥാന സെക്രട്ടറി KK തമ്പി, KLCE സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി, KCYM ലാറ്റിൻ പ്രസിഡന്റ് കാസി പൂപ്പന, KLCA കോട്ടപ്പുറം രൂപത പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ, SNDP വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ, കേരള വേട്ടുവ സമാജം സംസ്ഥാന പ്രസിഡന്റ് KM വിശ്വനാഥൻ, കുടുംബി സേവാ സംഘം സംസ്ഥാന സെക്രട്ടറി ശ്യാംകുമാർ, ഭൂസംരക്ഷണ സമിതി കൺവീനർ സെബാസ്റ്റ്യൻ, മുനമ്പം വേളാങ്കണ്ണി ഇടവക വികാരി ഫാദർ ആന്റണി, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ജോസഫ് ബെന്നി, ജനപക്ഷം നേതാവ് ഷോൺ ജോർജ്, അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ്, മേരി മെറ്റിൽഡ എന്നിവർ പ്രസംഗിച്ചു. മാനന്തവാടി രൂപത KCYM കർഷകരോടൊപ്പം എന്ന ആഹ്വാനവുമായി മണ്ണ് വിളമ്പി പ്രതിഷേധം സംഘടിപ്പിച്ചു. കടാശ്വാസ കുടിശ്ശിക, വിലക്കയറ്റം, കുടിയിറക്കൽ, വന്യമൃഗശല്യം തുടങ്ങി കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെ അധികാരികളിലേക്ക് എത്തിക്കുന്നതിനും പരിസ്ഥിതി ദുർബല പ്രദേശമായി കേരളത്തിലെ 131 വില്ലേജുകൾ പുതിയ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയും കർഷകർക്ക് നൽകേണ്ട കുടിശ്ശിക ഇനിയെങ്കിലും നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് മാനന്തവാടി ടൗണിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. KCYM മാനന്തവാടി രൂപത പ്രസിഡന്റ് ജിഷിൻ മുണ്ടയ്ക്കത്തടത്തിൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സദസ്സ് കിഴങ്ങ് കർഷകനും ദേശീയ അവാർഡ് ജേതാവുമായ ഷാജി കേദാരം മണ്ണ് വിളമ്പി ഉദ്ഘാടനം ചെയ്തു. AKCC മാനന്തവാടി രൂപത ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ പൂരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ചു. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ കർഷക കടാശ്വാസ കുടിശ്ശികകൾ കൊടുത്തു തീർക്കണമെന്നും മനുഷ്യൻ വസിക്കുന്ന ഇടങ്ങളിൽ വനമൃഗങ്ങൾ ഇറങ്ങുന്ന സാഹചര്യം തടയണമെന്നും മുഖ്യപ്രഭാഷണത്തിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. KCYM മാനന്തവാടി രൂപത ഡയറക്ടർ ഫാദർ സാൻഡോ അമ്പലത്തറ, രൂപത ട്രഷറർ ജോബിൻ തുരുത്തേൽ, രൂപത കോർഡിനേറ്റർ ജോബിൻ മാർട്ടിൻ തടത്തിൽ, സിൻഡിക്കേറ്റ് അംഗങ്ങളായ വിന്ധ്യ പടിഞ്ഞാറയിൽ, ബിബിൻ പിലാപ്പള്ളിയിൽ, അജിത് പോൾ പറയിടത്തിൽ, സിസ്റ്റർ ബെൻസി SH എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി യുവജനങ്ങളും വൈദികരും സിസ്റ്റേഴ്സും കർഷകരും പങ്കെടുത്തു. UN രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യവുമായി ലോക നേതാക്കൾ. UN ജനറൽ അസംബ്ലിയുടെ 79ാമത് സെഷനിൽ നടത്തിയ പ്രസംഗത്തിൽ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യക്ക് രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം സ്വാധീനിക്കാത്തതും കൂടുതൽ പ്രാതിനിധ്യമുള്ളതുമായ ഒരു ബോഡിയായി രക്ഷാസമിതി മാറേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. UN ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗമായി ഇന്ത്യയെ ഉൾപ്പെടുത്തണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടിരുന്നു. രക്ഷാസമിതി വിപുലീകരിക്കുന്നതിനെ ഫ്രാൻസ് എല്ലാ കാലത്തും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വത്തിനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അടുത്തിടെ പിന്തുണച്ചിരുന്നു.
സെപ്റ്റംബർ 21 ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു ജോ ബൈഡന്റെ പ്രസ്താവന. നിലവിൽ 5 സ്ഥിരാംഗങ്ങളും 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളുമാണ് UN രക്ഷാസമിതിയിലുള്ളത്. സ്ഥിരമല്ലാത്ത അംഗങ്ങളെ 2 വർഷത്തേക്ക് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് തെരഞ്ഞെടുക്കുന്നത്. റഷ്യ, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് സ്ഥിരാംഗങ്ങൾ. ഈ രാജ്യങ്ങൾക്ക് ഏത് പ്രമേയവും വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. നിലവിൽ സ്ഥിരാംഗത്വമുള്ള 4 രാജ്യങ്ങളും ഇന്ത്യക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന് നാടിന്റെ യാത്രാമൊഴി. അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കേരള അതിർത്തിയായ തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർഗോഡ്, കണ്ണൂരിലും അർജുന് ജനം ആദരാഞ്ജലി അർപ്പിച്ചു. കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ മന്ത്രി AK ശശീന്ദ്രനും KK രമ MLAയും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. പുലർച്ചെ 5:30യോടെയാണ് അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള വാഹനവ്യൂഹം കണ്ണൂർ നഗരം പിന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു. ഇവിടെ വെച്ച് മന്ത്രി AK ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി. 7:30 മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര പൂളാടിക്കുന്നിലെത്തി. ഇവിടെ നിന്നാണ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി. രാവിലെ 9:30യോടെയാണ് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത്. കേരള കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും മഞ്ചേശ്വരം MLA AKM അഷറഫും ഷിരൂരിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും വിലാപയാത്രയ്ക്കൊപ്പം അർജുന്റെ വീട്ടിലെത്തി. മന്ത്രി KB ഗണേഷ് കുമാറും അന്തിമോപചാരമർപ്പിച്ചു. അർജുനെ കാണാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കണ്ണാടിക്കലേക്ക് ഒഴുകിയെത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം അർജുന്റെ ചിത്രമടങ്ങിയ ബാഡ്ജ് ധരിച്ച് ആംബുലൻസ് എത്തുന്നതും കാത്തിരുന്നു. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് അർജുന്റെ സഹജീവി സ്നേഹത്തെക്കുറിച്ചായിരുന്നു. പ്രളയ സമയത്തെ അർജുന്റെ പ്രവർത്തനങ്ങൾ പലരും ഓർത്തെടുത്തു. ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട് 72 ദിവസത്തിന് ശേഷമാണ് അർജുന്റെ മൃതദേഹഭാഗങ്ങൾ ലഭിച്ചത്. ഡ്രെഡ്ജർ എത്തിച്ച് നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ക്യാബിൻ ലഭിച്ചു. തുടർന്ന് ക്യാബിനിൽ നടത്തിയ പരിശോധനയിൽ അർജുന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ശരീരഭാഗങ്ങൾ അർജുന്റേത് തന്നെയെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന അനിവാര്യമായിരുന്നു. ഇന്നലെ പുറത്തുവന്ന DNA പരിശോധനാ ഫലത്തിൽ മൃതദേഹഭാഗങ്ങൾ അർജുന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുകയായിരുന്നു. ഹിസ്ബുള്ള ഭീകരരുടെ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രയേലിൽ നിന്ന് ഒഴിപ്പിച്ചു മാറ്റിയ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UN പൊതുസഭയിൽ വ്യക്തമാക്കി. ഇസ്രയേൽ വിജയിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകി. അമേരിക്ക നിർദ്ദേശിച്ച ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പരാമർശിക്കാനേ നെതന്യാഹു തയ്യാറായില്ല. 5 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഗാസയിലെ ഹമാസിനെയും ലബനനിലെ ഹിസ്ബുള്ളയെയും ഇസ്രായേൽ പരാജയപ്പെടുത്തുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഹിസ്ബുള്ളയെയും ഹമാസിനെയും പിന്തുണയ്ക്കുന്ന ഇറാൻ ലോകത്തിന് ഭീഷണിയാണ്. ഇറാന്റെ പ്രകോപനങ്ങൾ പശ്ചിമേഷ്യയിലെ ഓരോ രാജ്യത്തിനും ലോകത്തിനും അപകടകരമാണ്. ഇറാനെതിരെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കണം. ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കും. ഇസ്രായേലിന്റെ നീളമുള്ള കൈകൾക്ക് ലോകത്തെവിടെയും എത്താൻ കഴിയുമെന്ന് ഇറാൻ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ യുദ്ധത്തിൽ ഇസ്രായേൽ സേന പകുതിയിലധികം ഹമാസ് ഭീകരരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്തു. പലസ്തീൻ ജനതയെ ഗാസയിൽ നിന്ന് മാറ്റാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല. ഗാസയെ സൈനിക മുക്തമാക്കുകയാണ് ലക്ഷ്യം. ഇസ്രായേലും ഗാസയും സമാധാനത്തിൽ പുലരണം. അതിനെ ഗാസയിലെ സിവിലിയൻ ഭരണ സംവിധാനത്തെ സഹായിക്കാൻ ഇസ്രായേൽ തയ്യാറാണ്. ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്കും ഇസ്രായേലിലേക്കുമുള്ള സാമ്പത്തിക ഇടനാഴി അടയാളപ്പെടുത്തിയ ഭൂപടം പ്രദർശിപ്പിച്ചായിരുന്നു നെതന്യാഹുവിന്റെ പ്രസംഗം. അനുഗ്രഹത്തിന്റെ ഭൂപടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ, സിറിയ, ലെബനൻ എന്നീ രാജ്യങ്ങളെ ഇരുണ്ട നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂപടം പ്രദർശിപ്പിച്ച് ശാപത്തിന്റെ ഭൂപടം ആണിതെന്നും കൂട്ടിച്ചേർത്തു. ഇസ്രായേലും UAEയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തിയ അബ്രഹാം ഉടമ്പടി നെതന്യാഹു പരാമർശിച്ചു. സൗദിയുമായും ഇത്തരം ഉടമ്പടി ഉണ്ടാകുന്നത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സുരക്ഷാ മേഖലയ്ക്ക് അനുഗ്രഹമായിരിക്കും. ഇസ്രായേലും സൗദിയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകാൻ പോകുന്നുവെന്ന സാഹചര്യത്തിലാണ് ഹമാസ് ഭീകരർ ഒക്ടോബർ 7 ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെതന്യാഹു പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ലോക നേതാക്കളിൽ പലരും സദസ്സിൽ നിന്ന് എഴുന്നേറ്റുപോയി. ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. ലെബനീസ് ആസ്ഥാനമായ ബെയ്റൂട്ടിലെ തെക്ക് ദഹിയയിലെ ഹിസ്ബുള്ള ആസ്ഥാനം വെള്ളിയാഴ്ചയാണ് ഇസ്രയേൽ ആക്രമിച്ചത്. വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ
ഉന്നത ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയുടെ മകൾ സൈനബ് നസ്രള്ള കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇസ്രായേലി വാർത്താ ചാനലായ ചാനൽ 12 ആണ് മകളുടെ മരണം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഹിസ്ബുള്ളയിൽ നിന്നോ ലെബനീസ് അധികൃതരിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. 1997 ഇസ്രായേൽ സൈന്യം സഹോദരൻ ഹാദിയെ കൊലപ്പെടുത്തിയത്. ഹസൻ നസ്രള്ളയുടെയും മകളുടെയും കൊലപാതകം കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. കൂടാതെ ഇസ്രായേലുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇറാന്റെയും ഹമാസിന്റെയും പ്രതികരണത്തെ ഇത് സ്വാധീനിച്ചേക്കാം. 10,000 കിലോ സ്ഫോടക വസ്തുക്കളാണ് ബെയ്റൂട്ടിലെ 6 നില കെട്ടിടത്തിന് മുകളിൽ ഹസൻ നസ്രള്ളയെ കൊലപ്പെടുത്താനായി ഇസ്രായേൽ ഉപയോഗിച്ചത്. ഇതിന്റെ പ്രകമ്പനം ലെബനനിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയെ കൊലപ്പെടുത്തിയതായി IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി എക്സ് അക്കൗണ്ടിലൂടെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. മൈസൂരുവിലെ ഭൂമിയിടപാടിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത പോലീസ് കേസെടുത്തു. സിദ്ധരാമയ്യക്കെതിരെ അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ലോകായുക്ത പോലീസിന് ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും വിധിച്ചിരുന്നു. അന്വേഷണത്തിന് ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് നൽകിയ അനുമതി ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. 1988 അഴിമതി നിരോധന നിയമത്തിലെ 17A വകുപ്പ്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 218 വകുപ്പ് എന്നിവ പ്രകാരമാണ് കുറ്റവിചാരണ ചെയ്യാൻ ഓഗസ്റ്റ് 17 ഗവർണർ അനുമതി നൽകിയത്. എന്നാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം മാത്രമേ മുഖ്യമന്ത്രിക്കെതിരെ നടത്തേണ്ടതുള്ളൂവെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇതുപ്രകാരമാണ് ലോകായുക്ത അന്വേഷണത്തിന് കളമൊരുങ്ങിയത്. മുടക്കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് നേരത്തെ അനുമതി നൽകിയിരുന്നു. തുടർന്ന് ഗവർണറുടെ ഈ നീക്കത്തെ ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടി നേരിട്ടു. പിന്നാലെ സിദ്ധരാമയ്യക്കെതിരെ കേസെടുക്കാൻ ലോകായുക്ത പോലീസിന് പ്രത്യേക കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ ലോകായുക്ത FIR രേഖപ്പെടുത്തിയത്. കർണാടകയിൽ BJP സർക്കാർ ഭരിക്കുന്ന കാലത്ത് 2022 ജനുവരി 25 നടന്ന ഭൂമി കൈമാറ്റത്തെ ചൊല്ലിയാണ് വിവാദം. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് മൈസൂരു നഗരവികസന അതോറിറ്റി 14 പ്ലോട്ടുകൾ അനുവദിച്ചതിൽ 55.8 കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. ഗ്രാമത്തിലെ അവരുടെ 3.16 ഏക്കർ ഏറ്റെടുത്തതിന് പകരം നഗരത്തിൽ കണ്ണായ ഭാഗത്ത് ഭൂമി അനുവദിച്ചത് സിദ്ധരാമയ്യയുടെ സ്വാധീന ഫലമായാണെന്നാണ് ആരോപണം. വ്യാജരേഖ ചമച്ചാണ് ഭൂമി അനധികൃതമായി സ്വന്തമാക്കിയതെന്ന മൈസൂരുവിലെ സന്നദ്ധ പ്രവർത്തകരായ TJ എബ്രാഹാം, SP പ്രദീപ് കുമാർ, സ്നേഹമയി കൃഷ്ണ എന്നിവർ നൽകിയ പരാതികളിലാണ് നടപടി. സംസ്ഥാനത്ത് നടക്കുന്നത് പച്ചയായ അധികാര ദുർവിനിയോഗമെന്ന് PV അൻവർ MLA. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനം. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഇക്കാര്യം തീരുമാനിക്കും. തനിക്കെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങളിലും അന്വേഷണം നടക്കട്ടെയെന്ന് PV അൻവർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ADGP MR അജിത് കുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നില്ലെന്നും ADGP തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയാണുള്ളതെന്നും അൻവർ പറഞ്ഞു. ADGP തൊട്ടാൽ ആർക്കൊക്കെ പൊള്ളുമെന്നത് കേരളം ചർച്ച ചെയ്യട്ടെ എന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്യേണ്ട കാര്യങ്ങൾ താൻ ചെയ്യുകയാണെന്നും അൻവർ പറഞ്ഞു. തനിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അതിലൂടെ തന്നെ ഭയപ്പെടുത്താനാണ് പാർട്ടി നോക്കിയത്. തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടി സെക്രട്ടറി ആഹ്വാനം ചെയ്തു. തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞാണ് പാർട്ടി പ്രവർത്തകർ തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ലൈക്ക് കണ്ട് ജീവിക്കുന്നവനല്ല താനെന്നും ബ്ലോക്ക് ക്യാമ്പയിനിൽ പേടിയില്ലെന്നും അൻവർ പറഞ്ഞു. പൊതുസമ്മേളനത്തിന് വന്നിട്ടില്ലെങ്കിലും പാർട്ടി പ്രവർത്തകർ താൻ പറയുന്നത് കേൾക്കുമെന്നും അൻവർ പറഞ്ഞു. അവരെയൊക്കെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഒറ്റയ്ക്കൊരു ജീപ്പിന് മുകളിൽ കയറി നിന്ന് താൻ പ്രസംഗിക്കും. ബാരിക്കേഡില്ലാത്ത ഒരുപാട് ആളുകൾ തന്റെ പരിപാടിയിലേക്ക് വരും. നാളെ നിലമ്പൂരിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെ കുറിച്ച് ആളുകളോട് വിശദമായി സംസാരിക്കുന്നുണ്ട്. രാഷ്ട്രീയ നെക്സിന്റെ ഭാഗമാണ് EN മോഹൻദാസൻ എന്ന് അൻവർ ആരോപിച്ചു. നിലമ്പൂരിലെ എല്ലാ വികസനങ്ങളും മുടങ്ങാൻ കാരണം ജില്ലാ സെക്രട്ടറിയാണ്. താൻ നിയമസഭയിലേക്ക് പോകരുതെന്ന് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരും വന്ന് തന്റെ പ്രചാരണത്തിന് എത്തിയിരുന്നില്ല. അൻവറിനെ ചവിട്ടിത്തേക്കാൻ ജില്ലാ സെക്രട്ടറി ആയില്ലെന്നും അൻവർ പറഞ്ഞു. മോഹൻദാസ് പക്ക RSSകാരനാണെന്നും അൻവർ ആരോപിച്ചു.
താൻ നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. മുസ്ലിം വിരോധിയാണ് EN മോഹൻദാസ്. മതന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ട് കൊടുക്കലല്ല സർക്കാർ നിലപാടെന്ന് മോഹൻദാസ് പറഞ്ഞതാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടും മോഹൻദാസിന് എതിർപ്പാണ്. ഇതുവരെ ഒരു സഹായവും സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയില്ല. മുൻ SP സുജിത് ദാസിന്റെ പ്രിയപ്പെട്ടവനാണ് മോഹൻദാസ് എന്നും മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാക്കാൻ സുജിത് ദാസ് ശ്രമിച്ചപ്പോൾ മോഹൻദാസ് അതിന് കൂട്ടുനിന്നുവെന്നും അൻവർ കുറ്റപ്പെടുത്തി. യുക്രൈൻ റഷ്യ പ്രശ്നത്തിൽ ചിലർ ഇടപെടുന്നത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലക്ഷ്യമിട്ടാണെന്ന് ആരോപണവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. നോബൽ സമ്മാനം നേടുകെന്ന ലക്ഷ്യത്തോടെയാണ് ചില നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നത്. അവരുടെ ലക്ഷ്യം യഥാർത്ഥ സമാധാനമല്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി. യുക്രൈൻ റഷ്യ സമാധാന ഫോർമുല 2 വർഷമായി നിലവിലുണ്ട്. അതിനു പകരം നിരർത്ഥകമായ ഉടമ്പടിക്ക് ശ്രമിച്ച യഥാർത്ഥ സമാധാനത്തിന് പകരം ചിലർ അവരുടെ രാഷ്ട്രീയ ജീവചരിത്രത്തിൽ നോബൽ സമ്മാനം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചേക്കാം. പക്ഷേ പുടിൻ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനങ്ങൾ കൂടുതൽ ദുരന്തങ്ങളുമായിരിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു. ന്യൂയോർക്കിൽ UNGയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരുടെയും പേര് പറയാതെയായിരുന്നു വിമർശനം. 2022 ഫെബ്രുവരി 24-ലാണ് റഷ്യയും യുക്രൈൻ തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ തുടങ്ങി നിരവധി ലോക നേതാക്കൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി രംഗത്തെത്തിയിരുന്നു. പലർക്കും എന്താണ് യഥാർത്ഥ താല്പര്യമെന്നത് എല്ലാവരും മനസ്സിലാക്കണം. യുക്രൈനിന്റെ ചെലവിൽ നിങ്ങളുടെ ശക്തി വർദ്ധിക്കില്ലെന്നും സെലൻസ്കി പറഞ്ഞു. എന്റെ ജനങ്ങൾക്ക് സമാധാനം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയും സമാധാന പ്രക്രിയയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച് ഉറപ്പാക്കുകയും ചെയ്തു. 2ാം സമാധാന ഉച്ചകോടിയിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായിരുന്ന ഡീൻ ഡോക്ടർ MK നാരായണൻ, ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ R കാന്തനാഥൻ എന്നിവരെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനം തടഞ്ഞ് ഗവർണർ. സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണർ നിയോഗിച്ച ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് A ഹരിപ്രസാദിന്റെ റിപ്പോർട്ടിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും കുറ്റക്കാരാണെന്നും അവർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പ്രസ്തുത റിപ്പോർട്ട് പരിഗണിച്ച യൂണിവേഴ്സിറ്റി ഭരണസമിതി ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ മറവിൽ യാതൊരു നടപടികളും കൂടാതെ 2 പേരെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം പോലും സ്വാധീനിക്കപ്പെട്ടതായി ആക്ഷേപം നിലനിൽക്കെയാണ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനുള്ള സർവകലാശാലയുടെ തീരുമാനം. വെറ്റിനറി യൂണിവേഴ്സിറ്റി ഭരണസമിതിയുടെ തീരുമാനം അക്കാദമിക് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇത്തരം സംഭവങ്ങൾ ഭൂരിപക്ഷ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതല്ലെന്നും യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു. കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാനുള്ള ഭരണസമിതിയുടെ ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കാൻ വിസമ്മതിച്ച VC ഡോക്ടർ KS അനിൽ ഇത് സംബന്ധിച്ച് മേൽനിർദ്ദേശങ്ങൾക്കായി രാജ്ഭവൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. തുടർന്നാണ് കൗൺസിൽ തീരുമാനം തടഞ്ഞുകൊണ്ട് ഗവർണർ ഉത്തരവിട്ടത്. 2024 ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനു മുൻപുള്ള 3 ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ചേർന്ന് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയതായി കണ്ടെത്തിയിരുന്നു. പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയെന്നാണ് കേസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ 20 പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരുന്നു. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. ഡീൻ ഉൾപ്പെടെ പ്രതികളെ സംരക്ഷിക്കാൻ ഒത്താശ ചെയ്യുന്നുണ്ടെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.